Hi everyone, welcome back to Students Guider. ഇന്ന് നമുക്ക് ബയോളജിയിലെ ഒന്നാമത്തെ പാഠമായ അറിയാനും പ്രതികരിക്കാനും എന്ന പാഠത്തിലെ എല്ലാ ക്വസ്റ്റ്യൻ ആൻസേഴ്സിനെയും പരിചയപ്പെടാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ നമ്പർ 1. രക്തത്തിൽ നിന്ന് രൂപപ്പെടുകയും രക്തത്തിലേക്ക് തിരികെ ആഗിരണം ചെയ്യപ്പെടുകയും ചെയ്യുന്ന ഒരു ദ്രവം മസ്തിഷ്കത്തിൽ കാണപ്പെടുന്നു. എ. ഈ ദ്രവം ഏത്? ബി. ദ്രവത്തിന്റെ ധർമ്മങ്ങൾ. ആൻസർ: ഈ ദ്രാവകമാണ് സെറിബ്രോസ്പൈനൽ ദ്രവം. ഈ ദ്രവത്തിന്റെ ധർമ്മങ്ങളാണ്: മസ്തിഷ്ക കലകൾക്ക് ഓക്സിജനും പോഷകങ്ങളും നൽകുന്നു. 2. മസ്തിഷ്കത്തെ ക്ഷതങ്ങളിൽ നിന്ന് സംരക്ഷിക്കുന്നു. പ്രധാനപ്പെട്ട 2 പോയിന്റുകളാണ് ഇപ്പോൾ പഠിച്ചത്. രക്തത്തിൽ നിന്ന് രൂപപ്പെടുകയും രക്തത്തിലേക്ക് തിരികെ ആഗിരണം ചെയ്യപ്പെടുകയും ചെയ്യുന്ന ഒരു ദ്രവം മസ്തിഷ്കത്തിൽ കാണപ്പെടുന്നു. ആ ദ്രവമാണ് സെറിബ്രോസ്പൈനൽ ദ്രവം. സെറിബ്രോസ്പൈനൽ ദ്രവത്തിന്റെ ധർമ്മങ്ങളാണ്: 1. മസ്തിഷ്ക കലകൾക്ക് ഓക്സിജനും പോഷകങ്ങളും നൽകുന്നു. 2. മസ്തിഷ്കത്തെ ക്ഷതങ്ങളിൽ നിന്ന് സംരക്ഷിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ: നാഡീവ്യവസ്ഥയെ ബാധിക്കുന്ന ചില രോഗങ്ങളെ കുറിച്ചുള്ള സൂചകങ്ങൾ ചുവടെ നൽകിയിരിക്കുന്നു. രോഗലക്ഷണങ്ങൾ വിശകലനം ചെയ്ത് A-B കോളങ്ങളിൽ ഉൾപ്പെടുത്തി രോഗങ്ങളുടെ പേര് തലക്കെട്ടായി നൽകുക. 1. ഗാംഗ്ലിയോണുകളുടെ നാശം. 2. ന്യൂറോണുകളുടെ നാശം. 3. നാഡീകലകളിൽ പ്രോട്ടീൻ അടിഞ്ഞുചേരുന്നു. 4. ഡോപാമിൻ ഉൽപാദനം കുറയുന്നു. 5. ശരീര തുലനനില നഷ്ടപ്പെടുന്നു. 6. കേവല ഓർമ്മ പോലും ഇല്ലാതാകുന്നു. ഇനി ഇത് ഏതൊക്കെ രോഗങ്ങളുടെ ലക്ഷണങ്ങളാണെന്ന് നോക്കാം. ഇവ പാർക്കിൻസൺസ് രോഗത്തിൻ്റെയും അൾഷിമേഴ്സ് രോഗത്തിൻ്റെയും രോഗലക്ഷണങ്ങളാണ്. ഇനി പാർക്കിൻസൺസ് രോഗത്തിൻ്റെ രോഗലക്ഷണങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. 1. ഗാംഗ്ലിയോണുകളുടെ നാശം. 2. ഡോപമിൻ ഉൽപാദനം കുറയുന്നു. 3. ശരീര തുലനനില നഷ്ടപ്പെടുന്നു. ഇനി അടുത്തത് അൾഷിമേഴ്സ് രോഗത്തിൻ്റെ രോഗലക്ഷണങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. 1. ന്യൂറോണുകളുടെ നാശം. 2. നാഡീകലകളിൽ പ്രോട്ടീൻ അടിഞ്ഞുചേരുന്നു. 3. കേവല ഓർമ്മ പോലും ഇല്ലാതാകുന്നു. ഇവയൊക്കെയാണ് പാർക്കിൻസൺസ് രോഗത്തിൻ്റെയും അൾഷിമേഴ്സ് രോഗത്തിൻ്റെയും രോഗലക്ഷണങ്ങൾ. അടുത്ത ചോദ്യത്തിലേക്ക് നടക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 3. ചുവടെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്ന് ഉചിതമായവ തെരഞ്ഞെടുത്ത് പട്ടിക പൂർത്തിയാക്കുക. 1. കേന്ദ്ര നാഡീവ്യവസ്ഥയുടെ ഭാഗം. 2. പെരിഫറൽ നാഡീവ്യവസ്ഥയുടെ ഭാഗം. 3. മെനിഞ്ചസ് കൊണ്ട് ആവരണം ചെയ്തിരിക്കുന്നു. 4. ഇവിടെ നിന്നുള്ള നാഡികളെല്ലാം സമ്മിശ്ര നാഡികളാണ്. 5. സെറിബ്രൽ വെൻട്രിക്കിളുകളിൽ സെറിബ്രോസ്പൈനൽ ദ്രവം നിറഞ്ഞിരിക്കുന്നു. 6. സെൻട്രൽ കനാലിൽ സെറിബ്രോസ്പൈനൽ ദ്രവം നിറഞ്ഞിരിക്കുന്നു. 7. ഓർമ്മയുടെയും ഭാവനയുടെയും സ്ഥാനം. ഇനി ഇവ തലച്ചോറിന് മാത്രം ബാധകമാവുന്നവയും സുഷുമ്നയ്ക്ക് മാത്രം ബാധകമാവുന്നവയും രണ്ടിനും ബാധകമാവുന്നവയുമായി പട്ടിക തരംതിരിക്കാം. 1. തലച്ചോറിന് മാത്രം ബാധകമാവുന്നവയാണ്. 1. സെറിബ്രൽ വെൻട്രിക്കിളുകളിൽ സെറിബ്രോസ്പൈനൽ ദ്രവം നിറഞ്ഞിരിക്കുന്നു. ഇനി അടുത്തതാണ് ഓർമ്മയുടെയും ഭാവനയുടെയും സ്ഥാനം. ഇനി അടുത്തത് സുഷുമ്നയ്ക്ക് മാത്രം ബാധകമാവുന്നവയാണ്. ഇവിടെ നിന്നുള്ള നാഡികളെല്ലാം സമ്മിശ്ര നാഡികളാണ്. അടുത്തത് സെൻട്രൽ കനാലിൽ സെറിബ്രോസ്പൈനൽ ദ്രവം നിറഞ്ഞിരിക്കുന്നു. രണ്ടിനും ബാധകമാവുന്നവയാണ്. 1. കേന്ദ്രനാഡി വ്യവസ്ഥയുടെ ഭാഗം. അടുത്തത് മെനിഞ്ചസ് കൊണ്ട് ആവരണം ചെയ്തിരിക്കുന്നു. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് നടക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 4. സിമ്പതറ്റിക് വ്യവസ്ഥയുടെ പ്രവർത്തനത്താൽ മന്ദീഭവിക്കുന്ന ഏതെങ്കിലും 3 ശാരീരിക പ്രവർത്തനങ്ങൾ എഴുതുക. ആൻസർ: 1. ഉമിനീർ ഉൽപാദനം. 2. ഉദരാശയ പ്രവർത്തനം. 3. കുടലിലെ പെരിസ്റ്റാൾസിസ്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ: പാരാസിമ്പത്തറ്റിക് വ്യവസ്ഥയുടെ പ്രവർത്തനത്താൽ സാധാരണ നിലയിലാകുന്ന 3 ശാരീരിക പ്രവർത്തനങ്ങൾ എഴുതുക. ഇതിൻ്റെ ആൻസറുകളാണ്: 1. ഹൃദയസ്തംഭനം. 2. ആമാശയ പ്രവർത്തനം. 3. കുടലിലെ പെരിസ്റ്റാൾസിസ്. ക്വസ്റ്റ്യൻ നമ്പർ 6. താഴെ നൽകിയിരിക്കുന്ന ചിത്രം നിരീക്ഷിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. എ, ബി എന്നിവ തിരിച്ചറിഞ്ഞെഴുതുക. ബിയുടെ 2 ധർമ്മങ്ങൾ എഴുതുക. ഇതിൽ എ എന്നത് ആക്സോണും ബി എന്നത് മൈലിൻ ഷീത്തുമാണ്. ഇനി മൈലിൻ ഷീത്തിൻ്റെ 2 ധർമ്മങ്ങളാണ്: 1. ആക്സോണിന് പോഷക ഘടകങ്ങൾ, ഓക്സിജൻ എന്നിവ നൽകുക. ആവേഗങ്ങളുടെ വേഗത വർദ്ധിപ്പിക്കുക. ബാഹ്യക്ഷതങ്ങളിൽ നിന്ന് ആക്സോണിനെ സംരക്ഷിക്കുക. ഇവയാണ് മൈലിൻ ഷീത്തിൻ്റെ ധർമ്മങ്ങൾ.
ക്വസ്റ്റ്യൻ നമ്പർ 7. ചിത്രം പകർത്തി വരച്ച് താഴെ തന്നിരിക്കുന്ന ഭാഗങ്ങൾ തിരിച്ചറിഞ്ഞ് പേരെഴുതി അടയാളപ്പെടുത്തുക. എ. സെറിബ്രോസ്പൈനൽ ദ്രവം നിറഞ്ഞിരിക്കുന്ന ഭാഗം. ബി. മൈലിൻ ഷീത്ത് ഉള്ള നാഡികൾ കൂടുതലായി കാണപ്പെടുന്ന ഭാഗം. സി. പ്രേരക ആവേഗങ്ങൾ സുഷുമ്നയിൽ നിന്ന് ശരീരത്തിലേക്ക് വഹിക്കുന്ന ഭാഗം. ഇതിൽ ഇനി ആൻസേഴ്സ് നോക്കാം. എ. സെറിബ്രോസ്പൈനൽ ദ്രവം നിറഞ്ഞിരിക്കുന്ന ഭാഗം എന്നത് സെൻട്രൽ കനാലാണ്. ബി. മൈലിൻ ഷീത്ത് ഉള്ള നാഡികൾ കൂടുതലായി കാണപ്പെടുന്ന ഭാഗം വെയ്റ്റ് മാറ്ററും പ്രേരക ആവേഗങ്ങൾ സുഷുമ്നയിൽ നിന്ന് ശരീരഭാഗങ്ങളിലേക്ക് വഹിക്കുന്ന ഭാഗം പ്രേരക നാഡിയുമാണ്. അതാണ് ക്വസ്റ്റ്യൻ നമ്പർ 8. ചുവടെ നൽകിയിരിക്കുന്ന ചിത്രീകരണം വിശകലനം ചെയ്ത് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങൾ. എ. കേന്ദ്ര നാഡീവ്യവസ്ഥ. ബി. ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങൾ. ഇതിൽ എ, ബി എന്നിവ ഏതു തരം നാഡികളാണെന്ന് തിരിച്ചറിഞ്ഞെഴുതുക. ബി, ബി എന്നീ നാഡികൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ഒരുമിച്ച് ചെയ്യുന്ന നാഡിക്ക് പറയുന്ന പേരെന്ത്? ഇനി ആൻസേഴ്സ് നോക്കാം. എ എന്നത് സംവേദ നാഡിയും ബി എന്നത് പ്രേരക നാഡിയുമാണ്. ബിന്റെ ആൻസർ ബി എന്നീ നാഡികൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ഒരുമിച്ച് ചെയ്യുന്ന നാഡിക്ക് പറയുന്ന പേരാണ് സമ്മിശ്ര നാഡി. ക്വസ്റ്റ്യൻ നമ്പർ 9. ചിത്രം പകർത്തി വരച്ച് ചുവടെ നൽകിയിരിക്കുന്ന സൂചകങ്ങൾക്കനുസരിച്ചുള്ള ഭാഗങ്ങൾ പേരെഴുതി അടയാളപ്പെടുത്തുക. എ. ആവേഗങ്ങൾ സ്വീകരിക്കുന്ന ഭാഗം. ബി. കോശശരീരത്തിൽ നിന്ന് പുറത്തേക്ക് വഹിക്കുന്ന ഭാഗം. സി. നാഡീയ പ്രേഷണം സ്രവിക്കുന്ന ഭാഗം. ഇനി ആൻസേഴ്സ് നോക്കാം. ആവേഗങ്ങളെ സ്വീകരിക്കുന്ന ഭാഗത്തിന് ഡെൻഡ്രൈറ്റ് എന്നും ആവേഗങ്ങളെ കോശശരീരത്തിൽ നിന്ന് പുറത്തേക്ക് വഹിക്കുന്ന ഭാഗത്തിന് ആക്സോൺ എന്നും നാഡീയ പ്രേഷകം സ്രവിക്കുന്ന ഭാഗത്തിന് സിനാപ്റ്റിക് നോബ് എന്നുമാണ് പറയുന്നത്. നമ്പർ 10. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ വിശകലനം ചെയ്ത് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. എ. സിമ്പതറ്റിക് വ്യവസ്ഥ ശാരീരിക പ്രവർത്തനങ്ങളെ ഉത്തേജിപ്പിക്കുക മാത്രമാണ് ചെയ്യുന്നത്. ബി. സിമ്പതറ്റിക് വ്യവസ്ഥ ചില ശാരീരിക പ്രവർത്തനങ്ങളെ ഉത്തേജിപ്പിക്കുകയും ചില പ്രവർത്തനങ്ങളെ മന്ദീഭവിപ്പിക്കുകയും ചെയ്യുന്നു. ഇതിൽ ഏത് അഭിപ്രായത്തോടാണ് നിങ്ങൾ യോജിക്കുന്നത്? നിങ്ങളുടെ അഭിപ്രായം ന്യായീകരിക്കുക. ആൻസർ ബി. സിമ്പതറ്റിക് വ്യവസ്ഥ ശാരീരിക പ്രവർത്തനങ്ങളെ ഉത്തേജിപ്പിക്കുകയും ചില പ്രവർത്തനങ്ങളെ മന്ദീഭവിപ്പിക്കുകയും ചെയ്യുന്നു. ഉമിനീർ ഉൽപാദനം, കുടലിലെ പെരിസ്റ്റാൾസിസ് തുടങ്ങിയ പ്രവർത്തനങ്ങളെ സിമ്പതറ്റിക് വ്യവസ്ഥ മന്ദീഭവിപ്പിക്കുന്നു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 11. ഭയക്കുമ്പോൾ ചില ശാരീരിക പ്രവർത്തനങ്ങളിൽ മാറ്റമുണ്ടാകും. എ. ഈ സന്ദർഭത്തിൽ ശാരീരിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന സ്വതന്ത്ര നാഡീവ്യവസ്ഥയുടെ ഭാഗമേത്? ബി. ഈ ഭാഗം ഹൃദയം, കരൾ, ഉമിനീർ ഗ്രന്ഥി എന്നീ അവയവങ്ങളിൽ എന്ത് മാറ്റമാണ് ഉണ്ടാക്കുന്നത്? ആൻസർ എ. ഈ ഭയക്കുമ്പോൾ ശാരീരിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന സ്വതന്ത്ര നാഡീവ്യവസ്ഥയാണ് സിമ്പതറ്റിക് വ്യവസ്ഥ. ഈ ഭാഗം ഹൃദയം, കരൾ, ഉമിനീർ ഗ്രന്ഥി എന്നീ അവയവങ്ങളിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങളാണ് ഹൃദയമിടിപ്പ് കൂട്ടുന്നു, ഗ്ലൈക്കോജനെ ഗ്ലൂക്കോസ് ആക്കുന്നു, ഉമിനീർ ഉൽപാദനം കുറയുന്നു എന്നിവ. ക്വസ്റ്റ്യൻ നമ്പർ 12. ആവേഗങ്ങളുടെ ദിശ നിയന്ത്രിക്കുന്നതിന് സിനാപ്സിന് മുഖ്യ പങ്കുണ്ട്. ഉചിതമായ തെളിവുകൾ നൽകി പ്രസ്താവനയെ ന്യായീകരിക്കുക. ഉത്തരം. ന്യൂറോണിന്റെ സിനാപ്റ്റിക് നോബിൽ നിന്ന് സിനാപ്റ്റിക് വിടവിലേക്ക് മാത്രമേ നാഡീയ പ്രേഷകങ്ങൾ സ്രവിക്കൂ. അതിനാൽ ആവേഗങ്ങൾ ഒരു ന്യൂറോണിന്റെ ആക്സോണേറ്റിൽ നിന്നും സിനാപ്സിലൂടെ മറ്റൊരു ന്യൂറോണിന്റെ ഡെൻഡ്രൈറ്റിലേക്ക് മാത്രമേ സഞ്ചരിക്കൂ. ഇക്കാരണത്താൽ ആവേഗങ്ങളുടെ ദിശ നിയന്ത്രിക്കുന്നതിൽ സിനാപ്സിന് മുഖ്യ പങ്കുണ്ട്. ക്വസ്റ്റ്യൻ നമ്പർ 13. ചിത്രീകരണം നിരീക്ഷിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. ഇതാണ് ചിത്രം. എ. എക്സ് എന്ന് അടയാളപ്പെടുത്തിയിരിക്കുന്നത് ഏതു തരം നാഡിയാണ്? ബി. സുഷുമ്നയിൽ നിന്ന് കാലിന്റെ പേശിയിലേക്ക് എത്തുന്ന നാഡി സമ്മിശ്ര നാഡിയാണ്. കാരണമെന്ത്? ഇനി ഉത്തരങ്ങൾ നോക്കാം. എ. സംവേദ നാഡി. ബി. എല്ലാ സുഷുമ്ന നാഡികളും സമ്മിശ്ര നാഡികളാണ്. ഇതിൽ സംവേദ നാഡീതന്തുക്കളും പ്രേരക നാഡീതന്തുക്കളും കാണപ്പെടുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 14. ചിത്രം പകർത്തി വരച്ച് താഴെ തന്നിരിക്കുന്ന സൂചകങ്ങൾക്കനുസരിച്ചുള്ള ഭാഗങ്ങൾ പേരെഴുതി അടയാളപ്പെടുത്തുക. എ. പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്ന ഭാഗം. ബി. സെറിബ്രത്തിന് ചുവടെ ദണ്ഡാകൃതിയിൽ കാണപ്പെടുന്ന ഭാഗം. സി. ആന്തരസമസ്ഥിതി പാലിക്കുന്ന ഭാഗം. ഇതിൽ എ എന്ന ഭാഗം സെറിബെല്ലയും ബി. മെഡുല ഒബ്ലോങ്കേറ്റയും സി. ഹൈപ്പോതലാമസുമാണ്.
ഈ സെറിബെല്ലമാണ് പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നത്. അതുപോലെ മെഡുല ഒബ്ലോങ്കേറ്റയാണ് സെറിബ്രത്തിന് ചുവടെ ദണ്ഡാകൃതിയിൽ കാണപ്പെടുന്ന ഭാഗം. ആന്തര സമസ്ഥിതി പാലിക്കുന്ന ഭാഗം ഹൈപ്പോതലാമസുമാണ്. ക്വസ്റ്റ്യൻ നമ്പർ 15. കേന്ദ്ര നാഡീവ്യവസ്ഥയിലെ ചില ഭാഗങ്ങൾ ബോക്സിൽ നൽകിയിരിക്കുന്നു. അവയെ അനുയോജ്യമായ രീതിയിൽ പട്ടികയിൽ ഉൾപ്പെടുത്തുക. സെൻട്രൽ കനാൽ, സെറിബ്രം, തലാമസ്, ഹൈപ്പോതലാമസ്, മെനിഞ്ചസ്, മെഡുല ഒബ്ലോങ്കേറ്റ. ഇത് എങ്ങനെയാണ് പട്ടികയാക്കുക എന്ന് നോക്കാം. 1. അനൈച്ഛിക പ്രവർത്തനങ്ങളുടെ നിയന്ത്രണ കേന്ദ്രം എന്നത് മെഡുല ഒബ്ലോങ്കേറ്റയാണ്. അടുത്തത് സെറിബ്രോസ്പൈനൽ ദ്രവം അടങ്ങിയിരിക്കുന്ന ഭാഗം എന്നത് സെൻട്രൽ കനാലും. 3. ആവേഗങ്ങളുടെ പുനഃപ്രസരണ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഭാഗം എന്നത് തലാമസുമാണ്. മസ്തിഷ്കത്തിലെ ഏറ്റവും വലിയ ഭാഗം സെറിബ്രവും ആന്തര സമസ്ഥിതി പാലിക്കുന്ന ഭാഗം ഹൈപ്പോതലാമസും മസ്തിഷ്കത്തിന് സംരക്ഷണം നൽകുന്ന ഭാഗം മെനിഞ്ചസുമാണ്. ഇനി അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 16. നാഡീവ്യവസ്ഥയെ ബാധിക്കുന്ന ചില രോഗങ്ങളെക്കുറിച്ചുള്ള സൂചകങ്ങൾ ചുവടെ നൽകിയിരിക്കുന്നു. അവ പരിശോധിച്ച് രോഗങ്ങളുടെ പേര് തലക്കെട്ടായി നൽകി പട്ടിക പൂർത്തിയാക്കുക. 1. തലച്ചോറിൽ തുടർച്ചയായി ക്രമരഹിതമായ വൈദ്യുത പ്രവാഹം. 2. ശരീരത്തുടന നില നഷ്ടപ്പെടുക. 3. ഗാംഗ്ലിയോണുകളുടെ നാശം. 4. കേവല ഓർമ്മകൾ പോലും ഇല്ലാതാകുക. 5. തുടരെയുള്ള പേശീസങ്കോചം മൂലമുള്ള സന്ധി. 6. നാഡീകലകളിൽ അലേയമായ ഒരു തരം പ്രോട്ടീൻ അടിഞ്ഞുകൂടുന്നു. 7. ശരീരത്തുടന നില നഷ്ടപ്പെടുക. 8. തലച്ചോറിൽ തുടർച്ചയായ ക്രമരഹിതമായ വൈദ്യുത പ്രവാഹം. ഇനി ഇത് ഏതെല്ലാം രോഗത്തിനുള്ള രോഗലക്ഷണങ്ങളാണെന്ന് നോക്കാം. പാർക്കിൻസൺസ് രോഗത്തിൻ്റെ രോഗലക്ഷണങ്ങളാണ്: 1. ശരീരത്തുടന നില നഷ്ടപ്പെടുകയും 2. ഗാംഗ്ലിയോണുകളുടെ നാശവും. അൽഷിമേഴ്സ് രോഗത്തിൻ്റെ രോഗലക്ഷണങ്ങളാണ്: 1. കേവല ഓർമ്മകൾ പോലും ഇല്ലാതാകുക. 2. നാഡീകലകളിൽ അലേയമായ ഒരു തരം പ്രോട്ടീൻ അടിഞ്ഞുകൂടുന്നു. ഇനി അപസ്മാര രോഗത്തിൻ്റെ രോഗലക്ഷണങ്ങളാണ്: 1. തലച്ചോറിൽ തുടർച്ചയായി ക്രമരഹിതമായ വൈദ്യുത പ്രവാഹം. 2. തുടരെയുള്ള പേശീസങ്കോചം മൂലമുള്ള സന്ധി. ക്വസ്റ്റ്യൻ നമ്പർ 17. നാഡീവ്യവസ്ഥയെ ബാധിക്കുന്ന ഒരു രോഗത്തിൻ്റെ മുഖ്യ ലക്ഷണങ്ങൾ താഴെ നൽകിയിരിക്കുന്നു. ലക്ഷണങ്ങൾ വിശകലനം ചെയ്ത് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. 1. ശരീരത്തുടന നില നഷ്ടപ്പെടുക. 2. പേശികളുടെ ക്രമരഹിതമായ ചലനം. 3. വായിൽ നിന്ന് ഉമിനീർ ഒഴുകുക. എ. രോഗം ഏതാണെന്ന് തിരിച്ചറിയുക. ബി. രോഗത്തിൻ്റെ കാരണം എഴുതുക. ആൻസർ എ. പാർക്കിൻസൺസ് രോഗം. ബി. മസ്തിഷ്കത്തിലെ പ്രത്യേക ഗാംഗ്ലിയോണുകളുടെ നാശം. തലച്ചോറിൽ ഡോപ്പമിൻ എന്ന നാഡീയ പ്രേഷകത്തിൻ്റെ ഉൽപ്പാദനത്തിലുള്ള കുറവ്. ഇതാണ് പാർക്കിൻസൺസ് രോഗത്തിൻ്റെ രോഗലക്ഷണങ്ങൾ. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 18. ചിത്രം പകർത്തി വരച്ച് ചുവടെ നൽകിയിരിക്കുന്നവയിൽ നിന്നും നാഡീകോശത്തിൻ്റെ ഭാഗങ്ങൾ മാത്രം തിരഞ്ഞെടുത്ത് അടയാളപ്പെടുത്തുക. അവ ഓരോന്നും നിർവഹിക്കുന്ന ധർമ്മം എഴുതുക. എ. ഷ്യാൻ കോശം. 2. ഡോർസൽ റൂട്ട്. 3. ആക്സോണേറ്റ്. 4. ഡെൻഡ്രൈറ്റ്. 5. സെറിബ്രൽ കനാൽ. ഇവയാണ് അടയാളപ്പെടുത്തേണ്ടത്. ഇതാണ് ഷ്യാൻ കോശം. ഇത് ആക്സോണുകളും ഇത് ഡെൻഡ്രൈറ്റുമാണ്. ഇനി ഇവ ഓരോന്നിൻ്റെയും ധർമ്മങ്ങൾ നോക്കാം. എ. ഷ്യാൻ കോശം. ഷ്യാൻ കോശങ്ങൾ ആക്സോണിനെ ആവർത്തിച്ച് വലയം ചെയ്യുന്നതിലൂടെയാണ് മയലിൻ ഷീത്ത് രൂപം കൊള്ളുന്നത്. അടുത്തതാണ് ബി. ആക്സോണൈറ്റ്. ആവേഗങ്ങളെ ആക്സോണിൽ നിന്ന് സിനാപ്റ്റിക് നോബിൽ അല്ലെങ്കിൽ സിനാപ്സിൽ എത്തിക്കുന്നു. സി. ഡെൻഡ്രൈറ്റ്. തൊട്ടടുത്ത ന്യൂറോണിൽ നിന്ന് സന്ദേശങ്ങൾ സ്വീകരിക്കുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 19. ഒരു ന്യൂറോണിൽ ആവേഗം രൂപപ്പെടുന്ന വിധം ചുവടെ ചിത്രീകരിച്ചിരിക്കുന്നു. എ. ചിത്രം എയിൽ നിന്ന് ചാർജ് വ്യതിയാനത്തിന് ഇടയാക്കിയ ഘടകമേത്? ബി. ചിത്രം എയിൽ നിന്ന് ചിത്രം ബിയിൽ എന്ത് വ്യത്യാസമാണ് നിരീക്ഷിക്കാനുള്ളത്? വ്യതിയാനത്തിന് കാരണമെന്ത്? ആൻസർ എ. ചിത്രം എയിൽ നിന്ന് ചാർജ് വ്യതിയാനത്തിന് ഇടയാക്കിയ ഘടകം എന്നത് ഉദ്ദീപനമാണ്. ഇനി ബി. ചിത്രം എയിൽ നിന്ന് ചിത്രം ബിയിൽ എന്ത് വ്യത്യാസമാണ് നിരീക്ഷിക്കാനുള്ളത് എന്നാണ് ക്വസ്റ്റ്യൻ. ചിത്രം എയിൽ ഉദ്ദീപിപ്പിക്കപ്പെട്ട ഭാഗത്ത് പോസിറ്റീവ് ചാർജ് പ്ലാസ്മ സ്തരത്തിന് ഉള്ളിലും നെഗറ്റീവ് ചാർജ് പ്ലാസ്മ സ്തരത്തിന് പുറത്തുമായി മാറി. ചിത്രം ബിയിൽ ആക്സോൺ സ്തരത്തിൽ നൈമിഷികമായി ഉണ്ടായ ചാർജ് വ്യതിയാനം.
കുറച്ച് ക്വസ്റ്റ്യൻസുകളും കൂടി പഠിക്കാനുണ്ട്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ അതുകൊണ്ട് വീണ്ടും വരാം. അതുവരേക്കും ബൈ.